ഞങ്ങളെ അവർ അതിക്രൂരമായി പീഡിപ്പിച്ചു. എന്നെ കെട്ടിയിട്ട് മണിക്കൂറുകളോളം മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. ശ്വാസം മുട്ടി മരിക്കുമെന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. ആ പീഡന മുറിയിൽ വെച്ച് അവർ എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു. പലരുടെയും മുഖത്ത് ടേസർ ഗൺ ഉപയോഗിച്ച് ഷോക്കടിപ്പിച്ചു. ഓസ്ട്രേലിയൻ ഡോക്യുമെന്ററി സംവിധായക ജൂലിയോ ലോമണ്ടിന്റെ ഈ വാക്കുകൾ കേവലം ഒരു വെളിപ്പെടുത്തലല്ല കേട്ടോ, മറിച്ച് ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫോട്ടില്ല പ്രവർത്തകർ ഇസ്രായേലിൽ നിന്നും നേരിട്ട നരകയാതനയുടെ നേർചിത്രമാണ്. ഇസ്രായേൽ തടങ്കലിൽ നിന്നും മോചിതരായി തുർക്കിയിലെ ഇസ്താംബുളിൽ തിരിച്ചെത്തിയ പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ തങ്ങൾ അനുഭവിച്ച ലൈംഗിക അതിക്രമണങ്ങളും കടുത്ത പീഡനങ്ങളും അവർ തുറന്നു പറഞ്ഞത്. മെയ് 18-നാണ് 430ഓളം അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകരും ഡോക്ടർമാരും മാധ്യമ പ്രവർത്തകരും അടങ്ങുന്ന കപ്പൽ വ്യൂഹത്തെ ഗ്രീസിലെ സൈപ്രസിൽ വെച്ച് ഇസ്രായേൽ നാവികസേന അന്യായമായി പിടിച്ചെടുത്തത്. ഡ്രോണുകൾ ഉപയോഗിച്ചും ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുന്ന ജാമിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുമായിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയുള്ള ഇസ്രായേലിന്റെ ഈ കടൽ കൊള്ള. ഭക്ഷണത്തിനും മരുന്നിനും കടുത്ത ക്ഷാമം നേരിടുന്ന ഗസയിലെ ജനങ്ങൾക്ക് കൈത്താങ്ങാവുക എന്നതായിരുന്നു 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ഓളം പ്രവർത്തകർ പങ്കെടുത്ത ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഗ്രീൻപീസിന്റെ ആർട്ടിക് സൺറൈസ് ഉൾപ്പെടെയുള്ള കപ്പലുകളുമായി പുറപ്പെട്ട സംഘത്തിൽ ബാഴ്സലോണയിലെ കുട്ടികൾ ഗസയിലെ കുട്ടികൾക്കായി എഴുതിയ കത്തുകളും കളിപ്പാട്ടങ്ങളും വരെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാരുണ്യത്തിന്റെ കപ്പലുകളെ വംശവെറിയന്മാർ അതിക്രൂരമായി ആക്രമിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. അതിനിടെ തടവിലാക്കപ്പെട്ട സമാധാന പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം ക്രൂരമായി അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗിർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടുകൂടിയാണ് ലോകം ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തേക്ക് അറിയുന്നത്. സമാധാന പ്രവർത്തകരെ കണ്ണുമൂടിക്കെട്ടി കൈകൾ പിന്നോട്ട് വിലങ്ങിട്ട് മണ്ണിൽ തലമുട്ടിച്ചിരുത്തുന്ന ദൃശ്യങ്ങൾക്കൊപ്പം വെൽക്കം ടു ഇസ്രായേൽ എന്ന പരിഹാസക്കുറിപ്പും അദ്ദേഹം ഇതോടൊപ്പം പങ്കുവച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉയരുന്നത്. ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ അംബാസഡർമാരെ വിളിച്ചു വരുത്തി തങ്ങളുടെ കടുത്ത അമർഷം രേഖപ്പെടുത്തുകയായിരുന്നു. ഫ്രാൻസ് ഒരു പടി കൂടി കടന്ന് മന്ത്രി ബെൻഗിറിന് രാജ്യത്തേക്ക് വിലക്കേർപ്പെടുത്തുക കൂടി ചെയ്തു. ഈ സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ നെതന്യാഹുവിന് വരെ ഈ ക്രൂരതയെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ, ആ ക്രൂരതയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന്. നെതന്യാഹു മാപ്പ് പറയുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുന്നു എന്ന് വേണം നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടുന്നത്.